ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ 9ാം ആഴ്ചയിലെ നോമിനേഷൻ ഇന്ന് രാത്രി 12 മണിയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. കാരണം നാളെ വെള്ളിയാഴ്ച ലാലേട്ടൻ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് വരും. ഈ പ്രാവശ്യത്തെ ഷെഡ്യൂളിൽ ചെറിയൊരു മാറ്റമുണ്ടല്ലോ. അപ്പം നേരത്തെ വീഡിയോയിൽ ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്ന് രാത്രി 12 മണിക്കാണ് ഈ പറയുന്ന വോട്ടിംഗ് ലൈൻസ് എല്ലാം ക്ലോസ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ, അതായത് ശനിയും ഞായറും വരാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത്? അങ്ങനെ ഒരു സംശയം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒണിയൽ സാബു പുറത്തു പോകുമോ? സാബുമാൻ ഈ പ്രാവശ്യമെങ്കിലും ബിഗ് ബോസ് ഇറക്കിയിടുമോ? ആദില പുറത്തു പോകുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കാണുന്ന 2 മത്സരാർത്ഥികളാണ്. ഒന്ന് ഒണിയൽ സാബുവും, 2 ആദിലയും. ഇവർ രണ്ടുപേരുമാണ് ഈ പ്രാവശ്യം ഏറ്റവും അധികം സാധ്യത ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഞാൻ കാണുന്നത്. ഒണിയൽ സാബുവിൻ്റെ കേസിൽ ഏകദേശം കൺഫേംഡ് ആണ് പുള്ളിക്കാരൻ. കാരണം മറ്റൊന്നുമല്ല, മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇപ്പോൾ ഇവർക്കൊപ്പം നോമിനേഷനിൽ വന്നിരിക്കുന്ന അനുമോള്, വേദലക്ഷ്മി, ഈ പറയുന്ന നൂറ, ഈ പറയുന്ന നമ്മുടെ ഈ സാബുമാൻ, നേവിൻ, ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഒണിയൽ സാബുവിന് അധികം സപ്പോർട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ജനങ്ങളുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യത ഞാൻ കാണുന്ന ഒരു മത്സരാർത്ഥിയാണ് ഒണിയൽ സാബു. പിന്നീട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി ആദിലയാണ്. ആദില ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം പ്ലാൻ ജനങ്ങൾക്ക് അധികം ഇഷ്ടപ്പെടുന്നില്ല. ഓൾറെഡി ഇതിന് മുമ്പുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ ഇപ്പം നമ്മുടെ ലാലേട്ടൻ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആദിലക്കും വലിയ തോതിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഈ പറയുന്ന യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലായാലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലായാലും കാണാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നൂറ കൂടി ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്ന സ്ഥിതിക്ക് നൂറയുടെ സപ്പോർട്ട് കൊണ്ട് പലപ്പോഴും പല നോമിനേഷനിൽ നിന്നും ആദില രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നൂറ കൂടി ഒരു നോമിനേഷൻ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ആദിലയുടെ ഒരു എവിക്ഷൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന 2 മത്സരാർത്ഥികളാണ്. ഒന്ന് ആദിലയും, മറ്റൊന്ന് ഒണിയൽ സാബുവും. പിന്നീട് നമുക്ക് ഈ പറയുന്ന വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് സാബുമാനെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാബുമാൻ അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നാലും മറ്റേ 5 സ്റ്റാറിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള സാബുമാൻ ഇനിയും ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കുമെന്നൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ 5 സ്റ്റാറിൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ? ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. ചില സമയങ്ങളിലൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ. അതൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ. ഒന്നും ചെയ്യാതെ ചെറിയൊരു സ്മൈലോട് കൂടി എവിടെയെങ്കിലൊക്കെ ഇരുന്നാലും ജനങ്ങൾ വോട്ടൊക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും രക്ഷപ്പെട്ട് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യവും പോകാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്ന 2 മത്സരാർത്ഥികളാണ്. ഒന്ന് ഒണിയൽ സാബുവും, മറ്റൊന്ന് ആദിലയും. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻ്റ് ആരാണ്? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തൊക്കെയാണെങ്കിലും ഒണിയൽ സാബുവിൻ്റെ എവിക്ഷൻ ഏകദേശം കൺഫേംഡ് ആണ്. ആദിലയുടെ കേസിലും ചെറിയൊരു സംശയമുണ്ട്. കാരണം നൂറ കൂടി എവിക്ഷനിൽ വന്നതുകൊണ്ടാണ് പറയുന്നത്. നൂറ എവിക്ഷനിൽ ഇല്ലായിരുന്നെങ്കിൽ നൂറ അത്യാവശ്യത്തിലധികം സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് നൂറ. അപ്പോൾ തീർച്ചയായിട്ടും ആദിലയ്ക്ക് ഈ പറയുന്ന നൂറയുടെ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടി രക്ഷപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നൂറ കൂടി ഈ പറയുന്ന എവിക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് ആദിലയുടെ കേസിൽ ചെറിയൊരു സംശയമാണ്. ആദിലയും ഒണിയൽ സാബുവും ഈ പ്രാവശ്യം പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള 2 മത്സരാർത്ഥികൾ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ഈ പറയുന്ന ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിന് കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക. ഇന്ന് രാത്രി 12 മണിക്ക് വോട്ടിംഗ് ലൈൻസ് എല്ലാം ക്ലോസ് ചെയ്യപ്പെടുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്